back students, welcome to ER Solutions. നമുക്കിപ്പോൾ ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നതാണ് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ സീലിംഗ് എങ്ങനെയാണ്, പിന്നെ അതേപോലെ ഡിസൈനറായിട്ടുള്ള ഫോൾ സീലിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോജക്റ്റാണെന്ന് വെച്ചോ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂമുകളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ലിവിങ് റൂം ഉണ്ടാവും, സ്റ്റഡി റൂം ഉണ്ടാവും, അല്ലാതെ നമുക്ക് ബെഡ്റൂം, പിന്നെ ഇതുപോലെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഫോൾ സീലിംഗ് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനകത്ത് എല്ലാം ഞാൻ കാണിക്കാം എങ്ങനെയാണ് സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീലിംഗ് ആൻഡ് റൂഫ്. ഈ റൂഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലോർ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറം സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂഫ് ഇസ് ആക്റ്റഡ് ആസ് എ ഫ്ലോർ ഓഫ് നെക്സ്റ്റ് ലെവൽ. സീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. ഫോൾ സീലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നോർമലായിട്ടുള്ളൊരു സീലിംഗ്, നമുക്ക് ഈ ഒരു തെർമോക്കോളൊക്കെ കൊടുത്തിട്ട് MDC സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നോർമൽ സീലിംഗ്, ഇങ്ങനെ ബോക്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പിക്ചറിൽ കാണുന്ന പോലെ. അതൊക്കെയാണ് സീലിങ്ങിന് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് റൂഫിൽ നിന്ന് നേരെ താഴെ, അതൊരു ടെമ്പററി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വി ക്യാൻ ഹാങ് ഇറ്റ് ഓവർ. അതിങ്ങനെ എവിടെയും ടച്ചില്ലാതെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ളതും ഫോൾ സീലിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു റൂഫ് മാക്സിമം എവിടെയാണ് അവിടെ ഒരു ഫോൾ സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ വലിയ ഷോപ്സ് മോൾസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, വലിയ ബിൽഡിങ്സ് ആകുമ്പോഴത്തേക്കും പിന്നെ കോർപ്പറേറ്റ്സും കൂടെ ആകുമ്പോഴത്തേക്കും വി ഹാവ് ടു ഗിവ് ദ എ സി എന്ന് വരുമ്പോൾ HVAC മീൻസ് ആ HVACയുടെ കുറേ വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പൈപ്പ്, ഡക്റ്റ്, ഇതെല്ലാം കാണാനായിട്ട് ഭയങ്കര ഓക്വേർഡായിരിക്കും. അത്ര വലിയ മാളിനകത്ത് നമ്മളിപ്പോൾ സെൻട്രലൈസ്ഡ് AC ആണെങ്കിലോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് AC ആണെങ്കിൽ വോട്ടെവർ, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലൈനിങ്ങും ഒക്കെ പോകുമ്പോഴത്തേക്കും അതെല്ലാം ഭയങ്കര മെർജായിരിക്കും. കാണാൻ തന്നെ ഭയങ്കര ആ ഒരു എൻവറോൺമെൻറ്റുമായിട്ട് മാച്ച് ആവത്തില്ല. സോ അതൊക്കെ നമ്മളൊന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഫോൾ സീലിംഗ് എന്നുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് തന്നെ. ഇപ്പോൾ പിന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ ഡിസൈൻസിന് വേണ്ടിയിട്ടും ലൈറ്റിങ്സ്, സീലിംഗ് ലൈറ്റിങ്സിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ സീലിങ്സ് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രോജക്റ്റിൽ ഇപ്പോൾ ലെവൽ 2 എന്നുള്ളത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ 2 റൂമുണ്ട്, ഇവിടെ 2 റൂമുണ്ട്. ഇത് നോർമലായിട്ട് നമ്മൾ വരച്ച ഒരു വീടാണ്. സോ നമുക്ക് ഇത്ര ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സീലിംഗ് എങ്ങനെയാണ് കൊടുക്കുക. ഈ 2 ടൈപ്പാണ്. നമ്മൾ റൂഫ് വരച്ചതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ നമുക്കായിട്ട് വരയ്ക്കാൻ പറ്റുന്നതും ഉള്ളു. ഇവിടെ നമ്മൾ ആർക്കിടെക്ചറിൽ സീലിംഗ് എന്നുള്ളൊരു സംഭവം കാണാം നമുക്ക്. അതിൻ്റെ മുമ്പ് യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വരച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ആൾസോ ഫിക്സ് ആസ് സെൻറ്റിമീറ്ററിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സീലിംഗ് എടുക്കാം. സീലിംഗ് എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് സീലിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് മുറിക്ക് മാത്രമേ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഡെഫിനേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ഒരു ക്ലോസ്ഡ് റൂമാണ്, ഇതൊരു ക്ലോസ്ഡ് റൂമാണ്. ക്ലോസ്ഡ് റൂമിന് എങ്ങനെയാണ് ഡിഫൈൻ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡിലും വാൾ ഷുഡ് ബി പ്ലേസ്ഡ്. വാൾ ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ അത് ക്ലോസ്ഡ് റൂം ആവത്തുള്ളൂ. എന്നാലും സീലിംഗ് നമുക്കതിനകത്ത് അപ്ലിക്കൽ ആവത്തുള്ളൂ. ഇങ്ങനെ കണ്ടോ, ഞാൻ പറയുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളർ ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിലൊരു ലൈൻ കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഓട്ടോമാറ്റിക് സീലിംഗ്. നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സീലിംഗ് ആയിട്ട് ഇവിടെ കിട്ടും. പക്ഷേ അത് തന്നെ ഞാനിത് ഇവിടെ ചിറ്റൗട്ടി കൊണ്ട് വെക്കുക. ബാക്കി എല്ലാ മുറികളിലും അത് അപ്ലിക്കബിളാണ്. പക്ഷേ ചിറ്റൗട്ടി കൊണ്ട് ഞാൻ വെക്കുമ്പോഴത്തേക്ക് എന്തായി, അത് കാണിക്കുന്നില്ല, ബ്ലോക്ക് മാർക്ക് കാണിക്കുന്നു. വൈ? നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഇവിടെ ചുറ്റും വാൾ ഇല്ല, ഇവിടെ മാത്രമേ വാളുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് പകുതിയിലും താഴെയായിട്ടുള്ള മീൻസ് റെയിലിങ്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അല്ല നമ്മൾ പാരപ്പറ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് 60 സെൻറ്റിമീറ്റർ അപ്പുറം പോകത്തില്ല. സോ ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് വൺ. സോ എനിക്കിവിടെ സീലിംഗ് വെക്കാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് സീലിംഗ് വെക്കാൻ പറ്റത്തില്ല. ഇഫ് ഇൻ കേസ് നമ്മൾ ഓപ്പൺ സ്പേസ് ഇതുപോലെ ബാൽക്കണിയിലാണെങ്കിലും സീലിങ്സ്, ഫോൾ സീലിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്കെച്ച്. ഓക്കെ, ഇപ്പോൾ ലെവൽ 2 പോവുക. ലെവൽ 2ൽ പോയിട്ട് സീലിംഗ് എടുക്കുക. സീലിംഗ് എടുത്ത് ഓട്ടോമാറ്റിക് സീലിംഗ് ആണ് ഞാൻ ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് എടുക്കുക. അപ്പോൾ സീലിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സീലിംഗ് ഇവിടുത്തെ ഡീഫോൾട്ട് ആയിട്ടുള്ള സീലിംഗ് വന്നു കഴിഞ്ഞു. ഇത് ഗ്രിഡ് എന്ന് പറയുന്നത് നമുക്കൊന്നുമല്ല, ഈ റെക്ടാങ്കിൾ ഷേപ്പിലും അല്ലാതെ നമുക്ക് സ്ക്വയർ ഷേപ്പിലും ഒക്കെ ബോക്സ് ആയിട്ടിരിക്കുന്ന സീലിങ്സ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. അതിൻ്റെ തിക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഞാൻ എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. ഇവിടെ 8.6 ആണുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 ആക്കാം. ഓക്കെ, ഇവിടെ ആക്ച്വലി ഡീഫോൾട്ട് സ്ട്രക്ചറും ഫിനിഷുമായിട്ട് 2 സംഭവങ്ങളുണ്ട്. അതിനായിട്ട് 5
കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി എനിക്ക് 10 ഇവിടെ കിട്ടും. ഓക്കെ, 10-നുള്ളത് കൊടുത്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ്സെറ്റ് ഫ്രം ദ ലെവൽ 2 അല്ലെങ്കിൽ ബോട്ടം എവിടെ നിന്നാണോ എന്നുള്ളത് നമുക്ക് ഒരു 270 വരെ വെക്കാം. നമ്മൾ ബീം എങ്ങനെയാണ് പോകുന്നത് അതനുസരിച്ചാണ് 270 വരെ നമ്മൾ വെക്കാം, അല്ലെങ്കിൽ 255 ഓടവർ നമുക്ക് അവിടുത്തെ ഏതാണാവോ ആവശ്യം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ഡക്റ്റൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡക്റ്റയുടെ സൈസ് അനുസരിച്ച് നമ്മൾ അതിൻ്റെ താഴോട്ട് വെക്കും. മാക്സിമം നമുക്ക് 270 വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 270 കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തു. ഇപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എഡിറ്റ് ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിലും കൊടുത്തേക്കാം. നമുക്ക് CL ഞാൻ കൊടുക്കുന്നുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എനിക്ക് എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ വുഡ് പാനൽ പോലത്തെയാണ് സീലിങ്സൊക്കെ വേണ്ടത് എന്നുണ്ടെങ്കിൽ അതുപോലത്തെ വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മൾ ഫോൾ സീലിങ്ങിന് നോക്കാം. ഇതിപ്പോൾ നോർമൽ ഒരു സീലിംഗ് ആണ്. ഇപ്പോൾ CL ന്യൂ എന്നുള്ളതാണ് കിടക്കുന്നത്. ഞാനിവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് സീലിംഗ് എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു 4 എടുത്തു എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇത് കാണത്തില്ല എന്നുള്ളതാണ്. പിന്നെ സൗത്തിൽ കാണിക്കാം. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമുക്ക് സീലിംഗ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 3D നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ബോട്ടം ഇരിക്കുന്ന എല്ലാം ഹൈഡ് ചെയ്തിട്ടേക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ബോക്സ് ആയിട്ടിരിക്കുന്നതാണ് സീലിംഗ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ മുറിയിലകത്ത് നമുക്ക് സീലിങ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ മുറിക്കും ഒന്നിച്ചല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, 4 ഇതായിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് തന്നെ നമുക്കിപ്പോൾ ഫോൾ സീലിംഗ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫോൾ സീലിംഗ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഫോൾ സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സീലിങ്സ് നമ്മൾ വരയ്ക്കേണ്ടി വരും. 2 സീലിങ്ങിന് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഹാങ്കിങ് എന്നുള്ളൊരു സംഭവം ബോർഡറിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ ആ ഹാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊന്നും കിട്ടും. ഓക്കെ, അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഒരേ ഒരു റൂം മാത്രം എടുക്കുക. മേ ബി ഈ ഒരു റൂമിൽ നമ്മൾ സീലിംഗ് വരച്ചിട്ടുണ്ട്, ഈ ഒരു റൂം മാത്രം എടുക്കുക. അപ്പം അഗൈൻ ഞാൻ എന്ത് ചെയ്യുക, സീലിംഗിൽ പോവുക. സീലിംഗ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഡബിൾ സീലിംഗ് വേണം, ഒരെണ്ണത്തിൻ്റെ മെറ്റീരിയൽ ആയിരിക്കത്തില്ല അടുത്തത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, സീലിംഗ് ന്യൂ 2 എന്നുള്ളത് രണ്ടാമത് ഞാൻ എടുക്കുക. തിക്നെസ് ഇതിന് കുറച്ച് കൂടുതൽ കൊടുക്കാം. ഓക്കെ, വൈ ബിക്കോസ് നമുക്ക് ആ ഒരു തിക്നെസ് കൂടുന്നൊരുവേ നമുക്ക് ആ ഒരു ഡിസൈന് നമുക്ക് കാണാൻ പോയി കിടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ച് താഴോട്ട് വേണം കൊടുക്കാനായിട്ട്. ഉണ്ടെങ്കിൽ നമുക്ക് 260 കൊടുക്കാം, അതർവൈസ് 255 ലെവലിൽ നമുക്ക് കൊടുക്കാം. 55 57 ആ ഒരു ലെവൽ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിനെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് സീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ 2 എണ്ണം ഉണ്ട് ഈ ഒരു മുറിക്കകത്ത് മാത്രം. അത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എലിവേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എനിക്കത് 2 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. 252 വെക്കാം. ഓക്കെ, ഇങ്ങനെയായിട്ടാണ് നമുക്കിരിക്കുന്നത്. ഇപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഫോൾ സീലിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. അതിനെയാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് 3Dനകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ഹൈഡ് ചെയ്തിട്ടേക്കാം. ഇതും ഈ ഒരു വിൻഡോയും. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സംഭവം 2 മർജായി കിടക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ താഴെ കിടക്കുന്ന സംഭവത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ലെവൽ 2 പോവുക. എഡിറ്റ് ബൗണ്ടറി കൊടുക്കുക. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ലെവൽ 2 വരുന്നു. അപ്പോഴേ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫ്ലോർ പ്ലാൻസ് ചെയ്യുന്ന അത് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് കിടന്ന സീലിങ്ങിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പാടാണ്. സോ 3Dയിലോ അല്ലെങ്കിൽ എലിവേഷൻസിലോ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലെവൽ 2 വരിക, എഡിറ്റ് ബൗണ്ടറി കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു റെക്ടാങ്കിൾ സീലിംഗ് ആണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ഫോൾ സീലിംഗ് പോലത്തെ ഒരു ഡിസൈൻ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് ഒരു 50 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ ഫില്ലറ്റ് ചെയ്ത് എടുക്കുക.
ഓക്കെ, ഇനി ഇതിൻ്റെ അകം നമുക്ക് ഒരു ഡിസൈൻ വരയ്ക്കാം. ഈക്വൽ ആണെങ്കിൽ അത്ര നല്ലതാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. ഇവിടെ വെക്കാം. സോ എല്ലാത്തിനും കൂടെ നമുക്കൊരു 80 കൊടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് 40, ഈ ഒരു ഡിസ്റ്റൻസ് 37. സോ എല്ലാത്തിനും നമുക്കൊരു 38 കൊടുക്കാം. നമുക്കൊരു ഈക്വൽ ആയിട്ടുള്ളൊരു ഡിസൈൻ നടുക്ക കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. വേണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് ലൈനായിട്ട് എടുത്തിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കാം. ഓപ്ഷണലാണ്. ഇഫ് യു ആർ ദറ്റ് മച്ച് കോൺഫിഡൻറ്റ് നിങ്ങൾ നേരെ തന്നെ വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാം. ഇറ്റ്സ് അപ്പ് ടു യു. സ്പ്ലിറ്റ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനാണ് നമുക്ക് സ്പ്ലിറ്റിൽ വേണ്ടതാണ്. ഓക്കെ, സർക്കിൾ സ്പ്ലിറ്റ് ചെയ്യാം. ഈ നടുക്കത്തെ ലൈന് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു പോർഷനാണ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു കട്ടായിട്ടാണ് അത് കിടക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള ഇതെന്ന് പറയുന്നത് ഓവർ റൈറ്റ് ആവരുത്. ഒരു ലൈനും മറ്റേ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യരുത്. എല്ലാം ക്ലോസ്ഡ് പോർഷൻ ആയിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ ഗിവ് ദ എക്സ്ട്രൂഷൻ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് 3D പോകാം. 3D പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോകാം. എന്നിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേറെ കളേഴ്സോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയൽസോ ഒക്കെ നമുക്ക് കൊടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. കണ്ടോ, ഇനി വേറെ കളേഴ്സ് കൊടുക്കാം. ഇത് ഓൺലി ഞാനൊരു എക്സാമ്പിളിന് കാണിക്കുന്നതേ ഉള്ളൂ. വുഡ് കൊടുക്കണമെന്നില്ല. വേറെ എന്തെങ്കിലും കളേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഈ റൗണ്ടിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് സീലിംഗ് ഫാന് സെറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അങ്ങനെ തന്നെ അതുണ്ടാവും. സീലിങ്ങിനകത്ത് നമുക്ക് പോകാം. കണ്ടോ, ഇവിടെ സീലിംഗ് പ്ലാനിൽ നോക്കുമ്പോഴത്തേക്കും ലെവൽ 2 പോവുക. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്രോസ് ആയിട്ട് കിടക്കുന്ന എല്ലാം നമ്മുടെ ഡീഫോൾട്ട് സീലിംഗ് ആണ്. ഈ ഒരു സീലിംഗിന് പറയുന്നത് നമ്മുടെ ഫോൾ സീലിംഗ്. നമുക്ക് ഇങ്ങനെയാണ് സീലിങ്സ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വേറെ ടൈപ്പിലുള്ളത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് സീലിംഗ് ലൈറ്റ്സ്, ഫിക്ചേഴ്സ്, LED സ്ട്രാപ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നെക്സ്റ്റ് സെഷൻസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇതല്ലാതെ വേറെ ടൈപ്പിലുള്ള ഇത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്നും കൂടെ നോക്കാം. നമുക്ക് ലെവൽ 2ൽ പോകാം. എന്നിട്ട് ഈ ഒരു സംഭവം തന്നെ ഞാനിങ്ങനെ മാറ്റാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഓവർ റൈറ്റ് ചെയ്ത് അടുത്തത് നമുക്ക് വരയ്ക്കാം.
നമ്മൾ ഫോൾ സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിലെങ്ങനെയാണ് ലൈറ്റിങ്സ് ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷൻസിൽ നോക്കാം.